നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം. അച്ചൻകോവിൽ സ്വദേശി മണികണ്ഠനെയാണ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. കൊല്ലം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി 4 ശിക്ഷ വിധിച്ചത്. ചാനൽ ചർച്ചയിൽ വിമർശനം. ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറിന് CPIM-ന്റെ മുന്നറിയിപ്പ്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധം ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി പാർട്ടി. മൈനാഗപ്പള്ളിയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് കുടുംബത്തിന്റെ പരാതി. പുതുവത്സരാഘോഷത്തിനിടെ ലഹരി മാഫിയ സംഘം അമ്മയെയും മകനെയും ആക്രമിക്കുകയായിരുന്നു. MDMA-യുമായി യുവാവ് പിടിയിൽ. കൊല്ലം തഴുത്തല സ്വദേശി അനുരാജാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. 1.59 ഗ്രാം MDMA പിടിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം. അച്ചൻകോവിൽ സ്വദേശി മണികണ്ഠനെയാണ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി 4 ശിക്ഷ വിധിച്ചത്. അച്ചൻകോവിൽ സ്വദേശി 45-കാരനായ മണികണ്ഠനെയാണ് ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത്. കൊല്ലം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻ ജഡ്ജ് സീമ CM ആണ് ശിക്ഷ വിധിച്ചത്. 2022 ഫെബ്രുവരി 8 സംഭവം. തൊളിക്കോട് മണിയാറിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന മഞ്ജുവിനെയാണ് ഭർത്താവ് മണികണ്ഠൻ അർദ്ധരാത്രിയിൽ കഴുത്തിൽ ഷാൾ കെട്ടിമുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നത്തെ തുടർന്നായിരുന്നു മഞ്ജുവിനെ മണികണ്ഠൻ കൊലപ്പെടുത്തിയത്. മഞ്ജുവിനെ കൊലപ്പെടുത്തിയ ശേഷം മഞ്ജുവിന്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും മണികണ്ഠൻ ഫോണിൽ വിവരം വിളിച്ചറിയിച്ചു. എന്നാൽ ഇതിനു മുമ്പും മഞ്ജുവിനെ ഇയാൾ ഉപദ്രവിച്ചിരുന്നതിനാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇത് ആദ്യം കാര്യമാക്കിയില്ല. മഞ്ജുവിനെ പലതവണ ഫോണിൽ വീട്ടുകാർ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ സഹോദരൻ മനോജ് വീട്ടിലെത്തിയപ്പോൾ മഞ്ജു ഹാളിൽ പുതച്ച നിലയിൽ കിടക്കുകയായിരുന്നു. സമീപത്തായി രക്തം തളം കെട്ടിക്കിടക്കുന്നതും കണ്ടു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മണികണ്ഠൻ കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. പോലീസ് എത്തിയാണ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പുല്ലൂർ CI T രാജേഷ് കുമാറായിരുന്നു കേസ് അന്വേഷിച്ചത്. കുരിയോട്ടുമല ഫാമിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു മഞ്ജു. മഞ്ജുവിന്റെ മരണത്തിനു ശേഷം മക്കളെ നോക്കിയിരുന്നത് മഞ്ജുവിന്റെ മാതാപിതാക്കളായിരുന്നു. ഇതിനിടെ മഞ്ജുവിന്റെ പിതാവ് അർബുദം വന്ന് മരിച്ചു. അമ്മ ഇടിമിന്നലേറ്റും മരിച്ചു. പിന്നീട് സഹോദരനായ മനോജാണ് മഞ്ജുവിന്റെ മക്കളുടെ സംരക്ഷണം ഏറ്റെടുത്തത്. മഞ്ജുവിന്റെയും മഞ്ജുവിന്റെ സഹോദരന്റെയും പേരിലുള്ള 9 സെന്റ് സ്ഥലവും നിലവിൽ ജപ്തി ഭീഷണിയിലാണ്. ന്യൂസ് ബ്യൂറോ, അച്ചൻകോവിൽ. കൊല്ലം തീരം ഒരു അപൂർവ കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. അപൂർവമായി മാത്രമാണ് ആമ മുട്ടയിടുന്നത് കാണാറുള്ളത്. ഈ അപൂർവ കാഴ്ചയാണ് ബീച്ചിൽ കണ്ടത്. ഏകദേശം 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആമ പുലർച്ചെയോടെയാണ് കൊല്ലം ബീച്ചിന്റെ കിഴക്കു ഭാഗത്തെത്തി മുട്ടയിട്ടത്. പിൻകാലുകളാൽ മാറി മാറി മണ്ണ് വകഞ്ഞു മാറ്റി ചലനങ്ങൾ ഉപയോഗിച്ച് അവൾ അറ കുഴിച്ചു. ഒരു പിൻകാല് ശരീരത്തിന്റെ പിൻഭാഗത്തെ പിന്തുണയ്ക്കുമ്പോൾ മറ്റേത് വാലിനടിയിലേക്ക് അകത്തേക്കു നീങ്ങും. പാദത്തിന്റെ അർദ്ധവൃത്താകൃതിയിൽ മണ്ണിലേക്ക് പാറ്റേണുകൾ നീക്കി വേഗത്തിൽ ഒരു വശത്തേക്ക് തിരിയും. പിൻകാൽ ഉറപ്പിച്ച് മണ്ണ് പുറത്തേക്ക് ചികഞ്ഞ് മുട്ടയിടുകയും ചെയ്യുന്ന അമ്മ ആമയുടെ അറനിർമ്മാണത്തിന് പ്രഭാത സവാരിക്കാർ ഉൾപ്പെടെയാണ് സാക്ഷ്യം വഹിച്ചത്. മുട്ടയിടുന്ന ഒരു സ്ഥലമാണിത്. എല്ലാ കൊല്ലവും ഇതേ ടൈമിൽ ഇത് മുട്ടയിട്ട് 21 ദിവസം വരെ മുട്ട ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്ന മുൻകാലങ്ങളിലുള്ള ആളുകൾ. പക്ഷെ അതിനു വേണ്ട സെക്യൂരിറ്റി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ഗവൺമെൻറ്. ബീച്ചിൽ പ്രഭാത സവാരിക്കാരായിട്ട് രാവിലെ വരുന്നവർക്ക് എല്ലാവർക്കും എല്ലാ വർഷവും ഈ രീതിയിലുള്ള പ്രതിഭാസം ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് ഈ സീസണിൽ വന്ന് ആമന്ന് മുട്ടയിടുകയും അത് ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് കാരണം അത്രയും സൂക്ഷിച്ച്
വളരെ ശ്രദ്ധാപൂർവ്വം ഈ തീരദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ ആ രീതി കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ സമയത്ത് അവർ വന്ന് കവർ ചെയ്ത് അത്രയും ഭാഗം നിലനിർത്തിക്കൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് എല്ലാ വർഷവും തന്നെ ഇത് ചാനലുകാരെല്ലാം വന്ന് ഈ രീതിയിലുള്ള റിപ്പോർട്ടും മറ്റൊക്കെ കൊടുക്കാറുമുണ്ട്. രാവിലെ 7:10 ആമ തന്റെ മുട്ടകൾ മണ്ണിനടിയിലെ അറകളിൽ സുരക്ഷിതമാക്കി കടലിലേക്ക് മടങ്ങി. 2024 മെയ് മാസത്തിലാണ് കടലാമ അവസാനമായി കൊല്ലം തീരത്തെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ ആമ മുട്ടയിട്ട സ്ഥലത്ത് താൽക്കാലിക സംരക്ഷണ വേലി തീർത്തു. സോഷ്യൽ ഫോറസ്ട്രി ആമ മുട്ട പുറത്തെടുത്ത് സംരക്ഷിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇതര സംസ്ഥാനക്കാരനെ ജീവകാരുണ്യ പ്രവർത്തകർ ഏറ്റെടുത്ത് അഗതി മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലും സമീപത്തെ ഹോട്ടലിലും കയറി ബഹളം വെച്ച ഇതര സംസ്ഥാനക്കാരനെയാണ് അഗതി മന്ദിരത്തിൽ എത്തിച്ചത്. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലും സമീപത്തെ വെജിറ്റേറിയൻ ഹോട്ടലിലും കയറി ബഹളം വെക്കുകയും മാനസിക വിഭ്രാന്തി കാണിക്കുകയും ചെയ്ത ഇതര സംസ്ഥാനക്കാരനെയാണ് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും എത്തി കീഴ്പ്പെടുത്തി അഗതി മന്ദിരത്തിൽ എത്തിച്ചത്. 40 വയസ്സോളം പ്രായമുള്ള വ്യക്തിയാണ് ഇയാൾ. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ആളുകൾക്ക് നേരെ ഇയാൾ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. മറ്റ് രേഖകളൊന്നും ഇയാളിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് താൽക്കാലികമായി കൊല്ലം കോയിവിളയിലെ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലേക്ക് ഇയാളെ മാറ്റിയത്. ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷ്, ബാബു, ശ്യാം, ഷാജി, SI സബിത, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇയാളെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ കൊറ്റൻകുളങ്ങരയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം ചേർന്നത്. ഗതാഗത സുരക്ഷ ഉറപ്പാക്കും വിധം ദേശീയപാതയുടെ നിർമ്മാണം കുറ്റമറ്റതാക്കണമെന്ന് യോഗം പ്രമേയം പാസാക്കി. ഈ പ്രവണതയ്ക്കെതിരെ സമര പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സമാനമായ രീതിയിൽ കൊറ്റൻകുളങ്ങര നിവാസികളായ നമ്മളും പൊതുജന സമൂഹ വേദി എന്ന നിലയിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിലെ അപാകത അധികാരികളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും വേണ്ടി വന്നാൽ നമ്മുടെ ആവശ്യം അംഗീകരിക്കാതെ അവർ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള കർമ്മപരിപാടികളുടെ ഒരു ആലോചനാ യോഗമായിട്ടാണ് ഇന്ന് നമ്മൾ ചേർന്നിരിക്കുന്നത്. പൊതുജന സമൂഹ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ചവറ കൊറ്റൻകുളങ്ങരയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കൊറ്റൻകുളങ്ങര ജംഗ്ഷനിൽ മണ്ണ് നിറച്ച് റീഎൻഫോഴ്സ്ഡ് എർത്തുവാൾ മാതൃകയിൽ നിർമ്മിക്കുന്ന ഉയരപ്പാത ഒഴിവാക്കി പില്ലർ എലിവേറ്റഡ് ഉയരപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ഗതാഗത സുരക്ഷ ഉറപ്പാക്കും വിധം ദേശീയപാതയുടെ നിർമ്മാണം കുറ്റമറ്റതാക്കണമെന്ന് യോഗം പ്രമേയവും പാസാക്കി. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന രീതിയിലല്ല വികസനം ചെയ്യേണ്ടുന്നത്. നമുക്ക് ആവശ്യം ഒരുപാട് ജനങ്ങളെ ഇവിടെ അപകട രീതിയിലാക്കുന്ന റോഡുകളാണ് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതും ജനങ്ങൾക്ക് റോഡിൽ നിന്ന് അപ്പുറം കടക്കണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആവശ്യം മണ്ണ് നിറച്ച ഭിത്തിയല്ല, കോൺക്രീറ്റ് ഫില്ലർ എലിവേറ്റഡ് ഹൈവേ വേണം. അതിനുവേണ്ടി ജനങ്ങളും കൊറ്റനാളിലെ ജനങ്ങളെല്ലാം ഈ ചവറ തൊട്ട് നല്ലെഴുത്തുമുക്ക് വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമാണിത്. ഇത് നടത്തി തരണമെന്നും നമ്മുടെ ജനങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്നും ഇവിടുത്തെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും പഞ്ചായത്തിൻ്റെ രീതിയിൽ എൻ്റെയും NK പ്രേമന സാറ് നമുക്ക് ഇതിൻ്റെ പരാതികൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് സാറ് ഇതിന് വേണ്ടുന്നെല്ലാം കൈകാര്യം ചെയ്യും. പഞ്ചായത്തിൻ്റെ രീതിയിൽ പ്രസിഡന്റിന്റെ എന്ന രീതിയിലും ഭരണസമിതിയുടെ എന്ന രീതിയിലും ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അത് ഞാനിവിടെ ഉറപ്പു തരികയാണ്. പൊതുജന സമൂഹവേദി പ്രസിഡന്റ് P ബാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ചവറ രാജശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജേന്ദ്രകുമാർ അദ്വൈതം സ്വാഗതം പറഞ്ഞു. സജു കളീക്കമുറി നന്ദി അറിയിച്ചു. ഞാൻ ഈ കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് എലിവേറ്റർ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വന്ന് പിറ്റേന്നടുത്ത മാതൃഭൂമി പത്രം അത് കണ്ട് ഞാൻ നമ്മുടെ MP വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കേസുകൾ. കൊറ്റൻകുളങ്ങരയിൽ നിരന്തരമായി അപകടം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ചമയവിളക്ക് മഹോത്സവം ഏതാണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നതാണ്. അവിടെ നിന്ന് തിരിയാൻ ഇടമില്ല. ആട്ടോ തൊഴിലാളികളുടെ ജീവിതം, വ്യാപാരി വ്യവസായികളുടെ ജീവിതം. ഇവിടെ ഒരു സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, 1000-ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആശുപത്രികളുണ്ട്. അങ്ങനെ ജനങ്ങൾ എപ്പോഴും തിങ്ങിപ്പാർത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയായതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം
പറഞ്ഞ് എന്തായാലും മണ്ണ് പരിശോധനയിലൂടെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു ഇവിടെ പണ്ട് കൊറ്റംകുളക്കര അമ്പലത്തിലെ പൂതക്കുളം നിന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഉറപ്പില്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ മതില് കെട്ടിയുള്ള മണ്ണിട്ടുള്ള ഒരു ഉയരപ്പാത ഇവിടെ നിർമ്മിച്ചാൽ കാലക്രമേണ കൊണ്ട് ഇത് വിള്ളലുണ്ടായി വലിയ അപകടം, ലക്ഷക്കണക്കിന് ആളുകൾ ചമയവിളക്ക് മഹോത്സവത്തിന് പങ്കെടുക്കുന്ന അവസരത്തിലെങ്ങാനുമാണെങ്കിൽ തന്നെ ഇത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് കാര്യഗൗരവമായി ഇതിനൊരു തീരുമാനമെടുക്കണം എന്ന് പറയുകയും. ന്യൂസ് ബ്യൂറോ, ചവറ. മൈനാഗപ്പള്ളിയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് കുടുംബത്തിന്റെ പരാതി. പുതുവത്സരാഘോഷത്തിനിടെ ലഹരി മാഫിയ സംഘം അമ്മയെയും മകനെയും വീട് കയറി മർദ്ദിച്ചിരുന്നു. അമ്മയെ മർദ്ദിച്ചതിൽ മനം നൊന്താണ് ഇടവനശ്ശേരി സ്വദേശി ജിജോ വർഗീസ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ബന്ധുക്കൾ പരാതി നൽകി. ന്യൂ ഇയറിനൊന്നും നടന്നത് ഞങ്ങൾ പള്ളിയിലായിരുന്നു. പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഞങ്ങളുടെ മോനും പള്ളിയിൽ പോയിരിക്കുമായിരുന്നു. പള്ളിയിൽ നിന്നാണ് അവന് കൂട്ടുകാരോടൊപ്പം ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പോയത്. അങ്ങനെ പോയിട്ട് പിന്നെ ഞങ്ങൾ അറിയുന്നില്ല, മോനെന്തെന്ന് വന്നില്ല. പിന്നെ അവിടെ അമ്മ ഇവിടെ ഉറയും കിടക്കുമായിരുന്നു. അന്നേരമാണ് ഇവിടെ ഒരു 1:30 കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഭയങ്കര ബഹളം കേട്ടു. ചീത്തവിളിയും അടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടോണ്ടാണ് അമ്മ ഞെട്ടി ഉണരുന്നത്, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. അപ്പോൾ ഉണർന്നപ്പം അവനെ 5-6 പേര് കൂടി ഇവനെ അടിക്കുന്നതായിട്ടാണ് അമ്മ കാണുന്നത്. എന്നിട്ട് അവൻ അമ്മയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു മാറ്റി കൂട്ടുകാരൊക്കെ ആയിട്ടും മാറ്റി നോക്കണൊക്കെ അവർ പോയിട്ട് പിന്നെ ഒരു തരത്തിൽ പറഞ്ഞവരെ വിട്ടു. പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ ചെറിയ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുകയും ജിജോ വർഗീസ് എന്ന യുവാവ് ജീവനൊടുക്കുകയും ചെയ്ത സംഭവമാണ് ഇപ്പോൾ വിവാദത്തിലായിട്ടുള്ളത്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇടവനശ്ശേരി സ്വദേശിയായ 23-കാരനായ ജിജോ വർഗീസാണ് ജീവനൊടുക്കിയത്. അക്രമികൾ വീട് കയറി ആക്രമണം നടത്തുകയായിരുന്നു. അമ്മയെയും മകനെയും മർദ്ദിച്ചു. അമ്മയെ ക്രൂരമായി മർദ്ദിച്ചതിൽ മനംനൊന്താണ് ജിജോ വർഗീസ് ജീവനൊടുക്കിയതെന്നാണ് സൂചന. ടാപ്പിംഗ് തൊഴിലാളിയായ അമ്മയും മകനും മാത്രം താമസിക്കുന്ന വീട്ടിലാണ് പുതുവർഷ രാത്രിയിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ആക്രമണമുണ്ടായത്. ഇവന്റെ വണ്ടിയിൽ ഇവന് ആഹാരം കൊടുത്ത് നടന്ന കുഞ്ഞുങ്ങളാണ് ഇവനെ ഈ രീതി ചെയ്തത്. അത് എന്താണെന്ന് നമുക്കില്ല, ലഹരിയുടെ ഉപയോഗമായിരിക്കാം, അല്ലാതൊന്നും വരാൻ വഴിയില്ല. അങ്ങനെ അടിച്ച് ഒരു വട്ടം അടിച്ചു കഴിഞ്ഞു പോയി. രണ്ടാമതാണ് വീണ്ടും കാറിനകത്ത് കുറെ കൂട്ടുകാരുമായിട്ട് വരുന്നത്. കൂട്ടുകാരുമായിട്ട് വന്നു ഇവിടെ കിടന്നത്. ഇപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട്, മോനെ നിങ്ങൾ പോന്ന് പറഞ്ഞാണെങ്കിൽ അവര് വകവെക്കാതെ, അമ്മയാണെങ്കിൽ കിടന്ന് കരയുന്നുണ്ട്, നിങ്ങൾ എന്റെ മോനെ അടിക്കല്ലേ എന്ന് പറഞ്ഞാലൊക്കെ അവര് വകവെക്കാതാണ് പിന്നെ അവര് അടിച്ചോണ്ടിരിക്കുന്നത്. അടിച്ചിട്ട് പിന്നെ അവന്മാരെ ഒരു തരത്തിൽ ഞങ്ങൾ എല്ലാവരും അവന്മാരെ പറഞ്ഞു വിട്ടു. നേരം വിളക്കട്ടെ, നിങ്ങൾ എന്തോ വേണേലും ചെയ്തോ, നേരം വിളക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഇവരെ പറഞ്ഞു വിട്ട് പുലർച്ചെ 1-നും 4-നും ഇടയിൽ 3 തവണയാണ് വീട്ടിൽ ആക്രമണമുണ്ടായത്. അക്രമത്തിൽ ജിജോ വർഗീസിന്റെ അമ്മയ്ക്കും പരിക്കേറ്റു. സംഭവത്തിൽ ഏതാനും യുവാക്കളെ ശാസ്താംകോട്ട പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമോപദേശം തേടുകയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഇവര് ആദ്യം വന്ന് അടിച്ചിട്ട് പോകുന്ന സമയത്ത് ഞാൻ 6 വട്ടം, ഞാനൊരു വാർഡ് മെമ്പറാണ്, ഞാൻ 6 വട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോൾ അവിടെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു, പ്രവർത്തിക്കുന്നില്ല, കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞ് ഞാൻ 100 വിളിച്ചു. 100 വിളിച്ചു കഴിഞ്ഞ് അപ്പോൾ അവിടെ ഇൻഫോം ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രശ്നം നടക്കുന്നു, അടി നടക്കുന്നു എന്ന് പറഞ്ഞ്. അന്നേരം അവരും അത്ര ഊർജിതമായിട്ട് എടുത്തില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാം, ഏത് സ്റ്റേഷനാണെന്നൊക്കെ ചോദിച്ചു. ശാസ്താംകോട്ട സ്റ്റേഷനാന്ന് പറഞ്ഞു. ഇവിടെ സ്ഥലം പറഞ്ഞു കൊടുത്തു, എല്ലാം ചെയ്തു. എന്നൊക്കെ പോലും പോലീസുകാരും ഇവിടെ വരികയെടുക്കും. ജിജോ വർഗീസിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയത്. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഫ്ലോറി വില്ലേജ് പദ്ധതിയുടെ ഭാഗമായുള്ള വിളവെടുപ്പ് നടത്തി. ഓച്ചിറ പഞ്ചായത്ത് തല വിളവെടുപ്പാണ് നടന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത തെറ്റിപ്പൂ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിലെ ഫ്ലോറി വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത തെച്ചിപ്പൂവിന്റെ വിളവെടുപ്പാണ് നടന്നത്.
തെറ്റിക്കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമടിച്ച കൃഷി പൂക്കളെ, അതായത് അന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഈ അരുളിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾ നമ്മളെ തന്നെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളൊരു പദ്ധതി വേണമെന്ന് ഞാൻ അങ്ങോട്ട് നിർദ്ദേശിക്കുകയും അത് അന്നത്തെ കമ്മിറ്റി അംഗീകരിക്കുകയും അതിൻ്റെ കൺവീനറായിട്ട് അന്നത്തെ ഒരു കമ്മിറ്റി എടുത്തിരുന്നു. ആ കമ്മിറ്റിയുടെ കൺവീനറായി എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇതുവരെ ഇറങ്ങിത്തിരിക്കുകയും. ഓച്ചിറ പഞ്ചായത്ത് തല വിളവെടുപ്പാണ് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തുകൊണ്ടും ആർക്കും ആനന്ദം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചെടി പൂക്കുന്ന കാലം വരെ അതിനെ പരിപാലിക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്കറിയാം. അതിൻ്റെ ഫലം എടുക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടുകൾ നടത്തിയിട്ടുള്ള കാര്യവും നമുക്കിത് കാണുമ്പോൾ അറിയാം. അത് ഈ പ്രദേശത്തു നിന്നല്ല, ഇതുപോലുള്ള സംരംഭങ്ങൾ വീണ്ടും ഈ നാട്ടിൽ മൊത്തം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സലിംകുമാർ കളരിക്കലിന്റെ 35 സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി ആരംഭിച്ചത്. വിളവെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഓച്ചിറ കൃഷിഭവന്റെ കീഴിൽ ലോറി വില്ല അതിനകത്ത് ആ പദ്ധതി ഉൾപ്പെടുത്തി നമ്മൾ കൃഷി ചെയ്തെങ്കിലും ആദ്യമായി അത് വിജയകരമായി പൂർത്തീകരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സലിംകുമാറണ്ണനാണ്. അദ്ദേഹത്തിനെ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഏറെ അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഇതുപോലെ ഒരു സംരംഭം ഏറെ ലക്ഷ്യപ്രാപ്തിയുള്ളതും നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ പൂക്കൾ അതിൻ്റെ യഥേഷ്ടമായ ലഭ്യത ഉറപ്പാക്കുകയും അത് ഒരു വരുമാന സ്രോതസ്സായി മാറുകയും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുദ്രാവാക്യം. പക്ഷേ അത് പ്രായോഗിക തലങ്ങളിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തത് സലിംകുമാറണ്ണനാണ്. വിളവെടുപ്പാണ് അതിന് ഏറെ സന്തോഷം നൽകുന്നതും. അതുമാത്രമല്ല, ഇതൊക്കെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കുളിർമയായി മാറുകയാണ്. പഞ്ചായത്ത് അംഗം ജയകുമാരി, ഷാനിദ ബീബി, കൃഷി ഓഫീസർ പൊന്നു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇന്ദു സി നായർ, സുഭാഷ് ബോസ്, കയ്യാലത്തറ ഹരിദാസ്, ശോഭകുമാർ, ബാബു ജോസഫ്, രവീന്ദ്രൻ മുളയ്ക്കൽ, മുരളീധരൻ, ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും കേരള സർക്കാർ തൊഴിലും നൈപുണ്യവും വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള ചന്ദനത്തോപ്പ് RI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു. ജനുവരി 12 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITI ഓഡിറ്റോറിയത്തിലാണ് മേള നടക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് പദ്ധതി പ്രകാരം പരിശീലനം പൂർത്തിയാക്കുന്ന ട്രെയിനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. മേളയിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതര സ്ഥാപനങ്ങൾ നേരിട്ടെത്തി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും. താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളും ട്രെയിനികളും 12 രാവിലെ 9 ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITI ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണം. ഇടത് നിരീക്ഷകൻ എന്ന ലേബലിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് BN ഹസ്കറിന് CPMന്റെ മുന്നറിയിപ്പ്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധം ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്ന് പാർട്ടി മുന്നറിയിപ്പ് നൽകി. ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും ഹസ്കർ വിമർശിച്ചിരുന്നു. ഇടതു നിരീക്ഷകൻ എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് CPM ഹസ്കറിന് നിർദ്ദേശം നൽകി. രാഷ്ട്രീയ നിരീക്ഷകനായിട്ടായിരിക്കണം പരിപാടികളിൽ പങ്കെടുക്കാനെന്നും നിർദ്ദേശം നൽകി. ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദാണ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് താൻ പറഞ്ഞതെന്ന് ഹസ്കർ യോഗത്തിൽ മറുപടി നൽകി. തനിക്കെതിരെ നടപടിയെടുത്താൽ AK ബാലനും രാജു എബ്രഹാമും നടപടിക്ക് അർഹരാണെന്നും അഡ്വക്കേറ്റ് BN ഹസ്കർ പ്രതികരിച്ചു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. പാർട്ടി ലൈനിൽ നിന്ന് മാറി ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ സംഘടനാ ലൈനാണ്. പാർട്ടി ലൈനിന് വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അത് കറക്റ്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതാണ് പാർട്ടിയുടെ ലൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഭീഷണിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അക്കാര്യത്തിൽ വ്യക്തമെന്ന നിലയിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല, അത് പാർട്ടിയുടെ ലൈനാണല്ലോ പാർട്ടി ഓരോ പ്രവർത്തകരും പറയേണ്ടത്. അതിൽ നിന്ന് അതിര് കടന്നു പോകുമ്പോൾ പാർട്ടി തിരുത്തപ്പെടും. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു നടപടികളൊന്നും അങ്ങനെ ഉള്ളതായി എനിക്ക് തോന്നുന്നു. പാർട്ടി നിലപാട് ചർച്ചകളിൽ പറയണമെന്നാണ് തന്നോട് നിർദ്ദേശിച്ചത് ഹസ്കർ പറഞ്ഞു. ഏത് രീതിയിലുള്ള തിരുത്തലായിരുന്നു നടന്നത്? അല്ല, ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ കാർ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്ന് ആ വിഷയത്തിൽ എൻ്റെ നിലപാട് പാർട്ടി നിലപാടിന് വ്യത്യസ്തമായിരുന്നു. അത് പാർട്ടി പൊതുമണ്ഡലത്തിൽ പറയാൻ പാടില്ല, അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടതാണ് എന്നുള്ളതാണ് പാർട്ടി എന്നെ ബോധ്യപ്പെടുത്തിയത്. പാർട്ടി എങ്ങനെയാണ് മുന്നറിയിപ്പ്? അല്ല, ഞാൻ പാർട്ടി ലൈനിനൊപ്പം തന്നെയാണ് എപ്പോഴും. എനിക്ക് പാർട്ടി
ആണ് എൻ്റെ പാർട്ടി ലൈനിൽ പോകാൻ കഴിയുള്ളൂ ഒരാൾക്ക്, പാർട്ടി അംഗമെന്ന നിലയിൽ. അല്ല, ഈ മുന്നറിയിപ്പ് കിട്ടിയത് എങ്ങനെ വിളിച്ചു? അല്ല, പാർട്ടി ഘടകം കൂടി എൻ്റെ ഘടകം കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ്. എന്താണ് നോക്കിയ തീരുമാനം? ചർച്ചകളിൽ പങ്കെടുക്കില്ല? ചർച്ചകളിൽ പങ്കെടുക്കും. ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ഭരണിക്കാവിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അമേരിക്കയുടെ വെനസ്വേലിയൻ അധിനിവേശത്തിനെതിരെയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നത്തൂർ ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അമേരിക്കയുടെ വെനസ്വേലിയൻ ആക്രമണത്തിൽ പ്രതിഷേധിച്ച പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലം ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക എന്ന സമ്പന്ന രാഷ്ട്രത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ലോകം ഞെട്ടലോടെയാണ്. അന്ന് വരെ അവർ പൊയ്ക്കാലിൽ നിർത്തിയ സാമ്രാജ്യത്വത്തിന്റെ ആ യഥാർത്ഥ ചിത്രം പുറത്തു വന്നത് കോവിഡ് കാലത്തോടുകൂടിയാണ്. ആയിരക്കണക്കിന് മനുഷ്യരുടെ ശരീരം കണ്ടെയ്നർ ലോറികളിൽ കയറ്റി കടലിലേക്ക് കൊണ്ടുചെന്ന് നിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ മനുഷ്യർ പോയി. സമ്പന്നരായ ആളുകൾക്ക് മാത്രം വാക്സിൻ നൽകുകയും ദരിദ്രരായ ആളുകളെ മുഴുവൻ മരണത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെല്ലാം തങ്ങളുടേതായ വാക്സിൻ വിറ്റഴിച്ച് പണമുണ്ടാക്കാൻ ഈ സമയത്തും നമ്മളൊക്കെ ഗ്രാമപ്രദേശത്ത് പറയുന്ന പോലെ പുര വേവുമ്പോൾ വാഴ വെട്ടുന്ന സമ്പ്രദായം എന്നതുപോലെ അമേരിക്ക ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത് അവിടുത്തെ മനുഷ്യരെ മുഴുവൻ ദരിദ്രരായ സാധാരണക്കാരായ മനുഷ്യരെ, സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മനുഷ്യരെ മുഴുവൻ മരണത്തിന്റെ വായിലേക്ക് തള്ളിയിട്ട് കൊടുത്തുകൊണ്ട് എങ്ങനെ ഈ മുതലാളിത്തം ലാഭകരമാക്കി തീർക്കുന്ന മുതലാളിത്തത്തിന്റെ രീതിശാസ്ത്രത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന തരത്തിലേക്കാണ് വന്നത്. സാഹിത്യ സംഘം കുന്നത്തൂർ ഏരിയ പ്രസിഡന്റ് പി ശ്രീരാമൻ അധ്യക്ഷത വഹിച്ചു. ആർ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. BC പിള്ള, ഗിരിജ ടീച്ചർ, ഗിരീശൻ, ജി ബാഹുലേയൻ, അഖിലോണമ്പലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. MDMAയുമായി യുവാവ് പിടിയിൽ. കൊല്ലം തഴുത്തല സ്വദേശി അനുരാജാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 1.59 ഗ്രാം MDMA പിടിച്ചെടുത്തു. 1.59 ഗ്രാം MDMAയുമായാണ് യുവാവ് പോലീസിന്റെ പിടിയിലായത്. കൊല്ലം തഴുത്തല പുതുച്ചിറത്തൊടിയിൽ വീട്ടിൽ അനുരാജാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ഇൻസ്പെക്ടർ സായി സേനന്റെ ടീമും കൊട്ടിയം പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ച ഇയാളെ ഓടിച്ചിട്ടാണ് പിടികൂടിയത്. ഇയാൾ സമാന കേസിൽ നേരത്തെയും അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പെർഫ്യൂം കച്ചവടത്തിന്റെ മറവിലാണ് ഇയാൾ ലഹരിമരുന്ന് ഉപയോഗിക്കുകയും കച്ചവടം ചെയ്തു വരികയും ചെയ്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഫോണിൽ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. കുലശേഖരപുരം ആദിനാട് വടക്കു സ്വദേശി സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ഫോണിലൂടെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കേസിൽ കുലശേഖരപുരം ആദിനാട് വടക്ക് കളീക്കൽ പടിഞ്ഞാറേത്തറയിൽ സന്തോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ആദിനാട് സ്വദേശിയായ വിഷ്ണുവിനെ സന്തോഷ് കുമാർ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിൽ വിഷ്ണുവിനെ മർദ്ദിക്കുകയും കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു. കരുനാഗപ്പള്ളി SHO അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. കരുനാഗപ്പള്ളി പുതിയകാവ് കാട്ടിൽക്കടവ് റോഡരികിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത്. കുലശേഖരപുരത്തെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട പൈപ്പാണ് പൊട്ടിയത്. കരുനാഗപ്പള്ളി പുതിയകാവ് കാട്ടിൽക്കടവ് റോഡരികിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. കുലശേഖരപുരത്തെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. വെള്ളം ഓടയിലും സമീപ പ്രദേശങ്ങളിലും കെട്ടിക്കിടക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ചില സമയങ്ങളിൽ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ പോകുമ്പോൾ സൈഡ് കൊടുക്കുന്നതിനിടയിൽ വെള്ളത്തിൽ വീണ് അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. കാട്ടിക്കട റോഡിലെ ഈ പൈപ്പ് പൊട്ടിക്കിടന്നത് 1.5 വർഷമായി. ഈ വെള്ളത്തിന് ഇപ്പോൾ ക്ഷാമമുള്ള സമയമാണ്. ഈ സമയത്ത് വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞു ഉദ്യോഗസ്ഥരോടും ബാക്കിയുള്ളവരോടും വിളിച്ച് പറഞ്ഞ് നമ്മൾ തോറ്റു. ഒരു കാരണവശാലും അത് ചില ശരിയാക്കാൻ വരുന്നില്ല. അങ്ങനെ ലാസ്റ്റാണ് നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യുക. അതുകൊണ്ട് ബസ് വരെ നമ്മുടെ അമൃതയുടെ സ്കൂൾ ബസ്സും അമൃതയുടെ IT വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ സ്കൂൾ ബസ് തന്നെ വരുമ്പോൾ കൈ എടുക്കുമ്പോൾ തന്നെ താഴെ പോകുന്ന ഒരു കണ്ടീഷൻ. ആ കുഴി തന്നെ ഒരാൾ ചവിട്ടിയാൽ 3/4 ഭാഗം കാല് തന്നെ മുറ്റുമെഴുതി താഴെ പോകുക. ആ പൈപ്പിൻ്റെ കുഴി ഒരു കുഴി അവിടെ. ഇതെല്ലാം നോക്കാൻ ആരുമില്ല. നമ്മൾ പറഞ്ഞ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്.
കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കരുനാഗപ്പള്ളിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. വാട്ടർ അതോറിറ്റിയാകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. എല്ലാവരും പറഞ്ഞു സ്കൂൾ ബസ് വൈകുന്നേരം സമയങ്ങളിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പിള്ളേർ പോകുന്ന സ്കൂൾ ബസ് വന്ന് 100 സ്കൂൾ ബസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മൊത്തം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ മൊത്തം ഇവിടെ വന്ന് താഴുവാണ്. അതേ കണക്ക് KSRTC വന്ന് ഇവിടെ താങ്ങുന്നത് ഞങ്ങളുടെ ഷീറ്റ് മൊത്തം പൊളിച്ച് താഴെ ഇട്ടേക്കുവാണ്. പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എല്ലാവരും നാളെ വരെ എന്ന് പറയുന്നത് മാത്രമല്ല, ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവരെല്ലാവരും വരും. അല്ല ഒരു സമയത്ത് ആരും ഇവിടെ കാണുന്ന പോലും ഇല്ല. പിന്നെ ഇങ്ങോട്ട് വെള്ളമില്ല. സർക്കാരിന്റെ പരസ്യം കൊടുക്കുന്നത് ജലാമൂലിയാണെന്ന് പറഞ്ഞു. ജലാമൂലിയാണ്, അത് പാഴാക്കരുത്. ഇവിടെ വന്ന് എത്ര വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ആർക്കും അറിയത്തില്ല. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം അറിയാം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അടച്ചുറപ്പില്ലാത്ത വീടില്ലാത്തതിനെ തുടർന്ന് വയോധികയും ചെറുമകളും ദുരിതത്തിൽ. തെന്മല 3-ാം വാർഡിലാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ 65-കാരിയും ചെറുമകളും കഴിയുന്നത്. ഒരു വീടിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. തെന്മല ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ KIP നഗറിൽ താമസിക്കുന്ന 65-കാരിയായ വസന്തിയും കൊച്ചുമകളുമാണ് വർഷങ്ങളായി കെട്ടുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതപൂർവം കഴിയുന്നത്. ഇവിടെ ആരും എന്നെ നോക്കാനില്ല. ഞാനും എൻ്റെ കൊച്ചുമോളും ഒരു കൊച്ചുമോനും മാത്രമേ ഉള്ളൂ. ഞാൻ തൊഴിലുറപ്പ് കഴിഞ്ഞെടുത്താണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കത് ആരും തരാനില്ല. അത്യാവശ്യപ്പെട്ട് എനിക്കൊരു വീട് തന്നേ പറ്റുള്ളൂ. നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ വീട് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, കൊടുക്കണോ കൊടുക്കണ്ടേ. ഒരു വീട് നിർമ്മിക്കാനായി വാസന്തി പഞ്ചായത്തിൽ കയറിയിറങ്ങാത്ത ദിവസങ്ങളില്ല. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബമാണ് വാസന്തിയുടേത്. എന്നാൽ നാളിതുവരെയായി നിരവധി അപേക്ഷകൾ നൽകിയിട്ടും വീട് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടില്ലെന്ന് വാസന്തി പറയുന്നു. എപ്പോൾ ഇടിഞ്ഞു വീഴുന്നാലും ഞങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ കൊച്ചുമോൾ ഞാൻ ഇതിനകത്ത് കിടക്കുന്നു. ഒരു സംഭവം ഉണ്ടാവാൻ തോന്നുന്ന സമയം വേണ്ട. ഞാൻ ആരൊക്കെ ഒന്ന് കാലും കൈയും പിടിക്കണം, ആരൊക്കെ പറയണം. ഞാൻ പറഞ്ഞു കൊല്ലം മേലെ ഞാൻ പോയത് ഒരു വീടിന് വേണ്ടി. കിഴക്കൻ മേഖലയിൽ അനുഭവപ്പെടുന്ന ശക്തമായ കാറ്റിൽ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് വാസന്തിയുടെ വീട്. ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇന്നലത്തെ കാറ്റത്ത് പാർപ്പം മൊത്തവും പറന്നു പോയി. ഇതിന് പൊങ്ങിയിരിക്കാൻ എപ്പോൾ വീടുമെന്ന് അറിയത്തില്ല. എൻ്റെ കൊച്ചുമോൻ രാത്രിയാപ്പം പന്തിൽ പോവും. അത് രാവിലെ വരുന്നത്. ആരെങ്കിലും വന്ന് പഞ്ചായത്തിൻ്റെ ബില്ലിനെ വന്ന് നോക്കിയിട്ട് പോകണം. 14-കാരിയായ ചെറുമകളെയും കൊണ്ട് അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് വാസന്തിയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തെന്മല. കടൽ സമ്പത്തും മത്സ്യമേഖലയും നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ കടൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു. സെന്റർ ഫോർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ സൊസൈറ്റീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. സെന്റർ ഫോർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമെന്റ് സൊസൈറ്റീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് കടൽ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കടൽ സമ്പത്തും മത്സ്യമേഖലയും നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമെന്ന ലക്ഷ്യവുമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. തിരുമുല്ലവാരം സമ്മർ ഇൻ ബെത്ലഹേമിൽ സംഘടിപ്പിച്ച പരിപാടി കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള വികസനം സർവോത്മകമായ നാശമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിക്കും നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യം എന്നുള്ളതേ നമ്മൾ കുറച്ചുകൂടെ പുരോഗമനത്തിലേക്ക് പോകണം. പക്ഷേ അതൊരിക്കലും ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ലൈവ്സ് ഓഫ് പുവർ പീപ്പിൾ. ഡെവലപ്മെന്റ് ആവശ്യമാണ്. പാവപ്പെട്ടവരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ല, അത് സർവോത്മകമായ നാശമാണ്. ഒരിടത്ത് വലിയ കെട്ടിടങ്ങൾ ഉയരുമ്പം മറുപുറത്ത് ചേരി ഉയരുന്നത് പോലെ നാശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നമ്മളൊരു സമഗ്രതയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ദിശാബോധം നമ്മുടെ സർക്കാരുകൾക്ക്, എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവിനും ജുഡീഷ്യറിക്കും ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സമുദ്ര വ്യവസായവൽക്കരണവും മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ചെറുകിട മത്സ്യമേഖലയും എന്നീ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സ്വാധീനമുള്ള സർക്കാർ വരികയാണെങ്കിൽ കടലിൽ നിന്നും ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് നിർത്തലാക്കാനുള്ള നടപടിയെടുക്കുമെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞു. മത്സ്യസമ്പത്ത് കുറയുന്നതനുസരിച്ച് കൂടുതൽ ചെറുത് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യവും മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിൽക്കുന്നതാണ്. അത് എത്രത്തോളം നമ്മുടെ മത്സ്യസമ്പത്തിനെ തകർക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് ഏത് നിലയിലും ഈ കാര്യങ്ങൾ ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളെ കുറ്റം പറയില്ല. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇത്തരം കോൺക്ലേവുകളിൽ അടിസ്ഥാനപരമായി ആദ്യം ചർച്ച ചെയ്യേണ്ടത് കൺസർവേഷൻ എന്ന് പറയുന്നത്, ഇത് നിലവിലുള്ളത് സംരക്ഷിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇനിയാണെങ്കിലും അതിൽ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം. ഒരു ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ്, എനിക്ക് അടക്കം സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ
ഈ ചെറുത് പിടിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കും, അനുവദിക്കത്തില്ല. അത് മത്സ്യത്തൊഴിലാളികളുടെ നന്മയ്ക്ക് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അവിടുന്ന് നമുക്ക് തുടങ്ങണം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും നൂതന സാമ്പത്തിക സാമൂഹ്യ സുരക്ഷാ മാർഗങ്ങളും എന്ന വിഷയത്തിൽ പ്രധാനമായും നടന്ന ചർച്ചയിൽ മുൻ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ CP ജോൺ മോഡറേറ്ററായി. മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ, യൂണിയൻ, യുവജനത, ബോട്ട് ഓണേഴ്സ്, രാഷ്ട്രീയ സംഘടനകൾ, മത്സ്യവ്യാപാരികൾ, മത്സ്യ കച്ചവടക്കാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. FCDP ചെയർപേഴ്സൺ ആഗ്നസ്, ലെറ്റീഷ്യ മാർട്ടിൻ, ഫാദർ സ്റ്റീഫൻ, ഫാദർ സജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം. അച്ചൻകോവിൽ സ്വദേശി മണികണ്ഠനെയാണ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. കൊല്ലം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി 4 ശിക്ഷ വിധിച്ചത്. ചാനൽ ചർച്ചയിൽ വിമർശനം. ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറിന് CPIM-ന്റെ മുന്നറിയിപ്പ്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധം ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി പാർട്ടി. മൈനാഗപ്പള്ളിയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് കുടുംബത്തിന്റെ പരാതി. പുതുവത്സരാഘോഷത്തിനിടെ ലഹരി മാഫിയ സംഘം അമ്മയെയും മകനെയും ആക്രമിക്കുകയായിരുന്നു. MDMA-യുമായി യുവാവ് പിടിയിൽ. കൊല്ലം തഴുത്തല സ്വദേശി അനുരാജാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. 1.59 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.